السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، الصلاة والسلام عليك يا شفيع المذنبين. خذ بيدي قلت حيلتي أدركني أهل النبي ذريعتي وهم إليه وسيلتي أرجو بهم عطا غدا بيد اليمين صحيفتي. അഭിവന്ദരായ സാദാത്തുക്കൾ, പ്രിയപ്പെട്ട പിതാക്കൾ, ജ്യേഷ്ഠ അനുജ സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഈ മജ്ലിസ് അവൻ്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും അള്ളാഹു സ്വർഗത്തിൻ്റെ അഖിലുകാരിൽ പെടുത്തുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അൽഹംദുലില്ലാഹ്, വളരെ പ്രധാനപ്പെട്ട ഒരു മജ്ലിസ്. അഭിവന്ദരായ നമ്മുടെ മൽജവും അഭിമാനവും അഭയകേന്ദ്രവുമായ ഖുറത്തുസ് സാദാത്ത് തങ്ങളുപ്പാപ്പയുടെ ആദ്യത്തെ ആണ്ടുവർഷം ദിവസം അൽഹംദുലില്ലാഹ് വലിയ ഒരു മാറ്റം, വലിയൊരു സന്തോഷം. അഭിവന്ദരായ ശൈഖുന സുൽത്താനുൽ ഉലമ, അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ, അവിടുന്ന് പറഞ്ഞ 2-3 വാക്കുകൾ ഞാൻ ഈ സുഖമില്ലാതെ ക്ഷീണമുള്ള സമയത്ത് ഞാനിവിടെ വന്നത് അവിടുത്തോടുള്ള മഹബത്തും അവിടുത്തെ അരികിൽ വന്ന് സിയാറത്ത് ചെയ്യാൻ, പറഞ്ഞതുപോലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഉപ്പാപ്പയുടെ ചാരത്ത് വന്ന് സിയാറത്ത് ചെയ്ത് എന്നിട്ടാണ് ഈ മജ്ലിസിലേക്ക് ശൈഖുന എത്തുന്നത്. നമ്മോട് പ്രധാനമായും 2-3 വാക്കുകൾ പറഞ്ഞു. അഹ്ലുബൈത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമക്കൾ, അവർ ദീനിന്റെ തൂണുകളാണ്, ഇസ്ലാമിന്റെ തൂണുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശൈഖുന പറഞ്ഞൊരു വാക്ക് ഉണ്ട് അവിടെ. അഭിവന്ദരായ ഖുറത്തുസ് സാദാത്ത് തങ്ങളുപ്പാപ്പ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളെ കുറിച്ച് താജുൽ ഉലമ പറഞ്ഞ ഒരു വാക്ക് അവിടുന്ന് നേരിൽ കേട്ട ഒരു സംഭവമായി ശൈഖുന പറഞ്ഞു, എൻ്റെ പിൻഗാമിയായി എൻ്റെ ഇളയ പൊന്നുമകൻ, ആ മോനെയാണ്, ആ മോനെ ഞാൻ ഏൽപ്പിക്കുന്നു എന്നുള്ള ആ ഒരു മനസ്സിൽ നിന്നുള്ള വാക്കുകൾ താജുൽ ഉലമയുടെ പലതും ഒപ്പിയെടുക്കാൻ അവസരം എടുത്ത അവിടുത്തെ പൊന്നുമോൻ എൻ്റെ മോനോട് കളിക്കരുതെന്ന് പറഞ്ഞ ചില ഘട്ടങ്ങൾ പല ആളുകളും പറയും, നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അവിടുത്തെ ഉറൂസിൽ ഞാനും നിങ്ങളുമൊക്കെ എത്തിയത് ആ പൊരുത്തത്തിന് വേണ്ടിയാണ്. ധാരാളം ആലിമീങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് അവിടുത്തെ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു ദീർഘമായ പ്രഭാഷണം നടത്താൻ പറ്റിയ സാഹചര്യമല്ലെന്ന് നിങ്ങളെപ്പോലെ എനിക്കും അറിയാം. ഇന്നലെയാണ് തുടക്കം കുറിച്ചത്. ഇന്നലെ തന്നെ ധാരാളം ഉസ്താദുമാർ സാദാത്തുക്കളോട് വന്ന് ഉറൂസിന്റെ ആമുഖ ദിവസത്തിൽ തടിച്ചുകൂടിയ ഈ മുഹബ്ബീങ്ങളെ സന്തോഷത്തോടുകൂടെ ഓർത്തുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടു. തുടക്ക ദിവസമായി ഇന്നലെ തന്നെ വലിയൊരു വിജയം. ഞാൻ അവിടുത്തെ പൊന്നുമോൻ, അവിടുത്തെ എല്ലാമായ അവിടുത്തെ ഖൽബ് തന്നെയാണെന്ന് പറയാം, സയ്യിദ് മസ്ഊദ് തങ്ങൾ, അവരോട് ഞാൻ പറഞ്ഞു, ഉപ്പയുടെയും ഉപ്പാപ്പയുടെയും പൊരുത്തം കിട്ടിയൊരു കുട്ടിയാണ് നിങ്ങൾ. ആ പൊരുത്തത്തിന്റെ ഭാഗം അത് വല്ലാതെ ഇവിടെ കാണുന്നുമുണ്ട്.
അത് വല്ലാത്തൊരു പൊരുത്തം തന്നെയാണ് വാപ്പയിൽ നിന്ന് ലഭിച്ചിട്ടുമുള്ളത്. ഞാനിവിടെ കുറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിച്ച് ഈ പ്രസംഗം നിർത്തും. സഹോദരങ്ങളെ, നമ്മൾ പാവങ്ങളാണ്, നമ്മൾ സാധുക്കളാണ്. ഇതുപോലെയുള്ള ശൈഖുന നേരത്തെ സൂചിപ്പിച്ച ഈ പ്രായത്തിൽ ഇവിടെ വന്നത് ആ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ ഖുറത്തു സാദാത്ത് തങ്ങളും പാപ്പയോടുള്ള, അതുപോലെ താജുൽ ഉലമയോടുമുള്ള ആ മഹബ്ബത്ത് കൊണ്ട് മഹബ്ബത്ത് കിട്ടണമെന്നും അങ്ങനെ വന്നതാണെന്ന് പറയുമ്പോ ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ തണലുകൾ. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ എന്നോട് ചെറിയ ഒരു മഹബ്ബത്തുണ്ടോ, മദീന പൂന്തോപ്പിൽ കിടന്നുകൊണ്ട് അവിടുത്തെ പൊന്നുമക്കൾ സ്മരിക്കുന്ന മജ്ലിസിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മജ്ലിസ് വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ടെന്നറിയുന്നവരാണ് നമ്മൾ, അത് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. അവിടുന്ന് പറഞ്ഞ സന്തോഷകരമായ ചില ഉപദേശങ്ങൾ, ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ എന്നോട് ചെറിയ ഒരു മഹബ്ബത്തുണ്ടോ, ആ മഹബ്ബത്തുള്ളവരെ അല്ലാഹു തആല നരകത്തിലിടുകയില്ല. സ്വഹാബികളെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു ഉപദേശമായിരുന്നത്. എത്രമാത്രം സന്തോഷത്തിന്റെ കണ്ണീര് കാണാൻ പറ്റിയ ഒരു അവസരമായിരുന്നു. മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ. എന്റെ ഉമ്മത്തിലെ എന്റെ പൊന്നുമക്കളിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ ഹൃദയത്തിൽ എന്നോട് ചെറിയ ഒരു സ്നേഹമുള്ളവൻ, അവൻ അല്ലാഹു തആല നരകത്തിടില്ല എന്ന് പറയുമ്പോ എന്താണതിന്റെ, അതിൽ എത്രമാത്രം അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ളൊരു മുത്ത് തന്നെയാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ഈ പദവി, അല്ലാഹു തആല പടച്ച പടപ്പുകളിൽ അമ്പിയാക്കളെ മാറ്റിവെച്ച ഏറ്റവും വലിയ തൗഫീഖിന്റെ ഉടമ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഖൽബിൽ അഹ്ലു ബൈത്തായിരുന്നു. അവിടുത്തെ ഹൃദയത്തിൽ റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ ഏതൊരു നിർണായക ഘട്ടത്തിലും ലഖറാബത്തു റസൂലില്ലാ അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്കുകളാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് ഘട്ടത്തിലും അവിടുത്തെ ഖൽബിൽ അത് റസൂലുള്ളയും അവിടുത്തെ പൊന്നുമക്കളും. നോക്കൂ സഹോദരങ്ങളെ, നമുക്കൊക്കെ ഒരു നിർണായക ഘട്ടത്തിൽ വലിയ മഹാന്മാരുടെ സാന്നിധ്യത്തിൽ ഒരവസരം കിട്ടിയാലുണ്ടാകുന്ന ആ സാഹചര്യത്തിൽ എന്തൊക്കെ നമ്മൾ പറയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ചാരത്ത് വെച്ച് സിദ്ദീഖ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സന്തോഷമുള്ള കാര്യങ്ങൾ ചോദിക്കേണ്ടത് ചോദിക്കൂ സിദ്ദീഖേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ആയിരക്കണക്കിന് സ്വഹാബികളെ അമ്പരപ്പിക്കും വിധത്തിൽ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, യാ റസൂലല്ലാഹ് അന്നദുറു ഇലൈക അന്നദുറു ഇലാ വജ്ഹിക യാ റസൂലല്ലാഹ്. നബിയേ, ഈ ഭൂമിയിൽ എന്റെ ആഗ്രഹം അവിടുത്തെ മുഖത്തേക്ക് എപ്പോഴും ഇങ്ങനെ നോക്കിയിരിക്കാൻ കഴിയണം. അവിടുത്തെ മുഖത്തേക്ക്, അവിടുത്തെ മുഖം ഇങ്ങനെ നോക്കാൻ. സിദ്ദീഖേ, രണ്ടാമത്തെ ആഗ്രഹം എന്താണ്? വൽ ജുലൂസു ബൈന യദൈക യാ ഹബീബല്ലാഹ്. ഇവിടെയും ആഖിറത്തിലും അവിടുത്തെ ചുറ്റിപ്പറ്റി പരിസരത്ത് ഇങ്ങനെ ഇരിക്കാനും കഴിയണം. സ്വഹാബത്തിന്റെ അരികിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, എന്റെ സിദ്ദീഖ്, മൂന്നാമത്തെ ആഗ്രഹം, താല്പര്യം എന്താണ്? വ ഇൻഫാഖു മാലി അലൈക യാ ഹബീബല്ലാഹ്. നബിയേ, അല്ലാഹു തആല എനിക്ക് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മഹബ്ബത്തിന് വേണ്ടി ചെലവഴിക്കാനും എനിക്ക് കഴിയണം. അതാണ് എന്റെ ആഗ്രഹം. സുബ്ഹാനല്ലാഹ്, സ്വഹാബികൾ അമ്പരപ്പിച്ചു പോയ ചില ഘട്ടങ്ങളായിരുന്നു. കിട്ടിയ 3 അവസരം സിദ്ദീഖ് തങ്ങൾ ചെയ്തത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് തങ്ങളുടെ മനസ്സിൽ ലഖറാബത്തു റസൂലില്ലാ
അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി. അതാണ് അല്ലാഹു തആല അവിടത്തേക്ക് ഈ റിഫഅത്തും ഈ തർഖീം കൊടുക്കാനുള്ള വലിയ കാരണമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ, ഞാൻ എന്റെ മുഹബ്ബീങ്ങളായ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ അടക്കമുള്ള അവിടുത്തെ പെണ്ണുമക്കളോടടക്കം മഹബ്ബത്തോടുകൂടെ വന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അത് നമുക്ക് ചില വസീലകളാണ്. ആരുൻ നബിയ്യ ദരീഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം വഅതാഗദാ ബിയദിൽ അമീരി സഹീഫതി. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകമൊട്ടാകെ വിജ്ഞാനത്തിന്റെ പ്രകാശം പടർത്തിയ അവസരം ലഭിച്ച വലിയ മഹാൻ ആലിമു ഖുറൈശ് യംലഉ തിബാഖൽ അർളി ഇൽമാ. ആ അവസരം കിട്ടിയ മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും ഒരു ഖത്ം ഓതി തീർക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ അവസ്ഥകളെ കുറിച്ച് നാം പഠിക്കുന്നവരാണ്. നമ്മുടെ ഇമാമാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. റമളാൻ വരുന്ന സമയത്ത് ഒരു ദിവസത്തിൽ 2 ഖത്ം ഖുർആൻ ഓതി തീർക്കുന്ന, മാത്രമല്ല അവിടുന്ന് കണ്ണീരൊടുക്കുന്ന അവസ്ഥകൾ എത്രയാണ് മഹാന്മാർ വിവരിച്ചിട്ടുള്ളത്. എത്ര വലിയ ദിഫഅത്താണ് അല്ലാഹു തആല കൊടുത്തിട്ടുള്ളത്. പക്ഷേ ശാഫിഈ ഇമാം അവിടുന്ന് പറഞ്ഞ ചില വാക്കുകളുണ്ട്. ആലുൻ നബിയ്യു ദരീഅതി വഹും ഇലൈഹി വസീലതി. റസൂലുള്ളാഹിന്റെ മക്കൾ, പൊന്നുമക്കൾ, അഹ്ലു ബൈത്ത്. നേരത്തെ ശൈഖുന പറഞ്ഞു, കോടാന മനുഷ്യ മക്കൾ, ഈമാനിന്റെ പ്രഭ ലഭിച്ച ആളുകൾ 5 വഖത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. മാത്രമല്ല സുന്നത്ത് നിസ്കാരങ്ങളിലും കോടിക്കണക്കിന് വരുന്ന മനുഷ്യ മക്കൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളായ ആരിനെ കൂട്ടി പറയുന്നത് നമ്മളൊക്കെ അതിന്റെ അഹിലുകാരാണ്, നമ്മളൊക്കെ ഇത് ചെയ്യുന്നവരുമാണ്. ആരായിരിക്കും അവര്? ആരുൻ നബിയ്യ ദരീഅതി, റസൂലുള്ളാഹിന്റെ മക്കൾ അവരാണ് എന്റെ എല്ലാമെല്ലാം. വഹും ഇലൈഹി വസീലതി, എന്റെ വസീല അവർ തന്നെയാണ്. അർജൂ ബിഹിം മുഅതാഗദാ ബിയദിൽ യമീൻ, എന്റെ എല്ലാം കുറിച്ചു വെച്ച ഏടുകൾ എന്റെ വലത് കൈയിൽ ലഭിക്കണം. അത് അവിടുത്തെ ബർക്കത്ത് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് കിട്ടണം. ആരാണ് സഹോദരങ്ങളെ പറയുന്നത്? ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഇത് പറയുന്നുവെങ്കിൽ ആ അഹ്ലു ബൈത്ത് ആരായിരിക്കും, ആരാണ് എന്ന് അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഏറ്റവും പവറുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞ അവിടുത്തെ ജീവിതത്തിൽ, അവിടുത്തെ ആയുസ്സിൽ അവിടുത്തെ ഒരു മിനിറ്റിനെ കുറിച്ച് പണ്ഡിത ലോകം വിവരിക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, സിദ്ദീഖ് കണ്ണീരൊടുക്കുന്ന ഫീ ഖദ്ദി സിദ്ദീഖ് മിനൽ ഖുലഫാ ഖത്താരി അസ്വദാരി മിൻ ബുകാഇ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ണീരൊടുക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ ഇന്നും ഉംറക്ക് പോകുന്ന, മദീനയിൽ പോകുന്ന ആളുകൾ സിദ്ദീഖ് തങ്ങളുടെ പേരിലുള്ള പള്ളികളെ കുറിച്ച് അത് കണ്ടവരും അറിഞ്ഞവരും ഒക്കെ ഉണ്ടായേക്കാം. ചില മഹാന്മാര് പറയുന്നുണ്ട്, ഒരു പള്ളി സിദ്ദീഖ് തങ്ങളുടെ പേരിൽ ആ സ്ഥലത്തിരുന്നു കൊണ്ട് വല്ലാതെ കരഞ്ഞിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടു, അവിടുത്തെ മനസ്സൊന്ന് പതറി. കാരണം وصاحبك فلا أنساهما أبدا مني السلام عليكم ما جرى القلب أنت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാമാണെന്ന് നമുക്കറിയാം. കണ്ണീരൊടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടു. സഹോദരങ്ങളെ, അവിടുന്ന് ചെന്നു, യാ സിദ്ദീഖേ, എന്തിനാണ് റസൂലുള്ളാഹിന്റെ എല്ലാമാണ് നിങ്ങൾ
ഏത് ഭാഗത്തേക്ക് പോകുമ്പോഴും എല്ലാവരും ഉണ്ട്. ഉമർ, അലിയാർ മുഴുവനുണ്ടെങ്കിലും എന്റെ സിദ്ദീഖ് എന്ന് വിളിച്ച് നിങ്ങളെയല്ലേ കൊണ്ടുപോകാറുള്ളത്? സിദ്ദീഖേ, മാ യുബ്കീക്, എന്തിനാണ് അവിടുന്ന് ഇത്രമാത്രം കണ്ണീരൊടുക്കുന്നത്? ഇത് ചോദിക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, സിദ്ദീഖേ, എന്റെ ഉമറേ, ഞാൻ എന്റെ പൊന്നുമകളുടെ അരികിൽ ചെന്നു. എന്റെ പൊന്നുമോൾ ബീവി ആയിഷ, ഞാൻ എന്റെ മോളരികിൽ ചെന്നപ്പോ എന്റെ കണ്ണീര് കണ്ടു. ആയിഷ എന്ന എന്റെ പ്രിയപ്പെട്ട മകൾ പറഞ്ഞു, ഉപ്പാ, എന്തിനാണ് അവിടുന്ന് കരയുന്നത്? മോളെ ആയിഷ, റസൂലുള്ളാഹിന്റെ കൂടെയാണ് ഞാനും അവിടുന്നുമായുള്ള വയസ്സിന്റെ വ്യത്യാസം 2-3 വയസ്സ്. ജീവിതം മുഴുവനും അവിടുത്തെ കൂടെ എങ്ങനെ നടന്നു. സൗരമലയുടെ മുകളിലേക്ക് പോകുമ്പോഴും എല്ലാവരും ഉണ്ടെങ്കിലും എന്നെയാണ് കൂട്ടിന് കൊണ്ടുപോയത്. മോളെ ആയിഷ, എനിക്കവിടുത്തെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കാൻ കഴിയോ? എനിക്കവിടുത്തെ കാലിൻ ചുവട്ടിലൊന്ന് കിടക്കണമെന്ന ആശയുണ്ട്, ആഗ്രഹമുണ്ട്. അതോർത്തുകൊണ്ട് ഞാൻ കരയുകയാണ്. എന്റെ മോളെന്ന് പറഞ്ഞാൽ, തീരുമാനിച്ചാൽ, മനസ്സ് വെച്ചാൽ എനിക്കവിടെ കിടക്കാൻ കഴിയും. ഉപ്പാ, അതെന്റെയും ആഗ്രഹമാണ്. എന്റെ ഉപ്പ എന്റെ ഭർത്താവായ മുത്തുനബി തങ്ങളുടെ ചാരത്ത് കിടക്കണമെന്നത് എന്റെ മോഹമാണ്, എന്റെ ആഗ്രഹമാണ്, അതെന്റെ അഭിലാഷമാണ്. അവിടുത്തെ വാക്ക് കേട്ടു. അൽഹംദുലില്ലാഹ്, ഞാൻ ആ ഭാഗം നീട്ടുന്നില്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, പടച്ചവനെ, ഞാൻ ആ മൂലയിൽ അവിടുത്തെ ചാരത്ത് കാലിൻ ചുവട്ടിൽ കിടക്കും. എന്റെ മോളെ ഒരാഗ്രഹം, അത് നടക്കും. പക്ഷേ ആ കണ്ണീരൊടുക്കുന്നത് ഞാൻ അങ്ങോട്ട് കിടക്കാൻ പോകുമ്പോൾ എന്താണ് അവിടുത്തെ കയ്യിൽ, അവിടുത്തെ അരികിൽ സമർപ്പിക്കാൻ എനിക്കുള്ളത്? എന്റെ കൈവശം എന്തുണ്ട്? അതോർത്തുകൊണ്ട് കണ്ണീരൊടുക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കണ്ടു. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, സിദ്ദീഖ്, മാ യുബ്കീക്, എന്തിനാണ് അങ്ങേ ഇത്രമാത്രം കരയിപ്പിക്കുന്നത്? അവിടുന്ന് എന്തിനാണ് ഇത്രത്തോളം കരയുന്നത്? എന്റെ ഉമറേ, ഞാൻ എന്റെ മോളോട് ഇന്നത് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, എന്റെ ആഗ്രഹം ഞാൻ പ്രകടിപ്പിച്ചു. അതെനിക്ക് ആ ആശ സന്തോഷത്തോടുകൂടെ എന്റെ സന്തോഷം എന്നെ പൂവടിയാനുള്ള വടികൾ പറഞ്ഞു തരികയും ചെയ്തു. പക്ഷേ ഞാൻ റസൂലുള്ളാഹിന്റെ ചാരത്ത് കിടക്കാൻ പോകുമ്പോൾ എന്റെ കൈവശം ഒന്നുമില്ലല്ലോ. അതോർത്തിട്ട് കരയുന്നു ഉമറേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, എന്റെ സിദ്ദീഖ്, ഈ പാവപ്പെട്ട ഉമറിന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം. നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് 1 മിനിറ്റ് ഔ നിസ്ഫ, അല്ലെങ്കിൽ 1/2 മിനിറ്റ് എനിക്ക് നൽകൂ. സിദ്ദീഖേ, നിങ്ങളുടെ ആയുസ്സിൽ നിന്ന് 1/2 മിനിറ്റ് എനിക്ക് നൽകൂ. കണ്ണീരൊടുക്കുന്ന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞു, ഉമറേ, എന്റെ ജീവിതത്തിലെ ആ 1/2 മിനിറ്റ് ഏതാണ്? എന്റെ ആയുസ്സിലെ ആ 1 മിനിറ്റ് ഏതാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ആ 1 മിനിറ്റ് ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ അവിടെ തരികിലേക്കൊന്ന് പറഞ്ഞോട്ടെ. സൗറുമലയുടെ മുകളിലേക്ക് ഉമറായ ഞാനുണ്ട്, ഉസ്മാൻ, അലിയാർ എല്ലാം ഉണ്ടെങ്കിലും അങ്ങയെ കൂട്ടിന് കൊണ്ടുപോയിട്ട് അങ്ങയുടെ മടിയിൽ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ കിടന്നൊരു സമയം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് ഉമറേ. അൽഹംദുലില്ലാഹ്. സിദ്ദീഖ്, നിങ്ങൾ ഇരിക്കുകയായിരുന്നില്ലേ? അതെ, നിങ്ങളുടെ മടിയിലല്ലേ റസൂലുള്ള തല വെച്ച് കിടന്നത്? ആ സമയം ഓരോ പൊത്തുകളും എല്ലാം നിങ്ങൾ അടച്ചു. റസൂലുള്ളാഹിക്കൊന്നും സംഭവിക്കരുത്. അവസാനം ഒരു പൊത്ത് അങ്ങയുടെ മറ്റുള്ള വസ്തുക്കളെ കൊണ്ട് അടക്കാൻ കഴിയാതെ വന്നപ്പോ അങ്ങയുടെ കാലുകൊണ്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾ ആ പൊത്തടക്കുന്ന സമയം അവിടുത്തെ അങ്ങയുടെ അരികിൽ കാലിൽ വിഷമുള്ളൊരു പാമ്പ് കൊത്തിയില്ല സിദ്ദീഖേ. ആ വിഷമുള്ള പാമ്പ് കൊത്തുന്ന സമയം അങ്ങക്ക് വേദന സഹിക്കാൻ കഴിയാതെ അങ്ങ് കരഞ്ഞു ഉമറേ. ആ കരഞ്ഞ സമയം അങ്ങയുടെ കണ്ണിൽ നിന്നൊരു തുള്ളി വെള്ളം അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ മുഖത്തേക്ക് ഒരു തുള്ളി വെള്ളം അങ്ങ് തട്ടിയപ്പോൾ റസൂലുള്ള അങ്ങയുടെ മുഖത്ത് നോക്കിയിട്ട്, സിദ്ദീഖ്, മാ യുബ്കീക്,
മാ ബുക്കാക്, എന്തിനാണ് അങ്ങ് കരയുന്നതെന്ന് ചോദിച്ചോ. സിദ്ദീഖേ, നിങ്ങൾ ഇരിക്കുകയാണ്, നിങ്ങളുടെ മടിയിലാണ് റസൂലുള്ള കിടക്കുന്നത്. ആ മടിയിൽ കിടന്നിട്ടാണ് നിങ്ങളുടെ മുഖത്ത് നോക്കുന്നത്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോൾ ആ രണ്ടു മുഖം എത്ര അടുത്തായിരുന്നു. ആ അടുത്തു നിൽക്കുന്ന സംഭാഷണത്തിൽ നിന്ന് 1 മിനിറ്റ് എനിക്ക് നൽകിയാൽ എന്റെ ജീവിതത്തിലെ മുഴുവൻ അമലുകളും ഞാൻ നിങ്ങൾക്ക് നൽകാം എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ണീരൊഴുക്കിയെങ്കിൽ എന്താണ് സഹോദരങ്ങളെ സിദ്ദീഖ് തങ്ങളുടെ ആയുസ്സിലെ 1 മിനിറ്റിന്റെ പവർ എത്രയായിരിക്കും? അവിടുന്ന് മഹാന്മാർ ചോദിച്ചു, എന്താണ് നിങ്ങൾക്ക് ഈ പദവിയിലെത്താൻ, ഈ രൂപത്തിലാവാൻ നിങ്ങൾ എന്താണ് ചെയ്തത്, എന്താണ് നിങ്ങൾ പ്രവർത്തിച്ചത്, ഏത് അമലായിരുന്നു? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോക മുഅ്മിനീങ്ങളോട് പറയുന്നു, അല്ലയോ മുഅ്മിനീങ്ങളെ, അവിടെയുള്ളവരോട് എന്റെ ഉമറേ, എന്റെ ജീവിതത്തിൽ എന്താണ് എണ്ണിപ്പറയാനുള്ള അമലുകൾ ഉള്ളത്? പക്ഷേ ഒന്നുണ്ട്, എന്റെ ഖൽബിൽ, എന്റെ ജീവിതത്തിൽ ഒന്ന് എനിക്കുണ്ട്. അൽഹംദുലില്ലാഹ്. എന്താണ് സിദ്ദീഖേ? ലഖറാബത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പൊന്നുമക്കൾ അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി, എന്റെ ആയിഷ എന്ന പൊന്നുമകൾ, എന്റെ അബ്ദുറഹ്മാൻ എന്ന പൊന്നുമകൾ തൊട്ട്, എന്റെ ഭാര്യ മക്കൾ തൊട്ട്, എന്റെ കുടുംബം, എന്റെ ഉമ്മ ഉപ്പ തൊട്ട് എല്ലാവരെക്കാളും ലഖറാബത്തു റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി, എന്റെ മക്കൾ, എന്റെ കുടുംബത്തെക്കാൾ എനിക്ക് ഏറ്റവും വലുത് എന്റെ ഖൽബിലുള്ളത് ലഖറാബത്തു റസൂലില്ലാഹ്, അത് റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്, റസൂലുള്ളാഹിന്റെ മക്കൾ തന്നെയാണ്. ആ മക്കൾ നേരത്തെ ശൈഖുന പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ആ പരമ്പര നിലനിൽക്കും, ഒരു കോട്ടം സംഭവിക്കില്ല. എത്ര കാലമായി വിമർശിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും താഴ്ത്താനും നിന്ദിക്കാനും ഒക്കെ എത്ര കാലമായി പല ആളുകളും വരിക. പക്ഷേ റസൂലുള്ളാഹിന്റെ മക്കൾക്ക് വല്ല ക്ഷീണം അല്ലാഹു തആല കൊടുക്കോ? ഒരിക്കലുമില്ല. കുല്ലു ഹസബിൽ വനസബിൽ മുൻഖതിഉൽ യൗമൽ ഖിയാമ, എല്ലാ തറവാടിന്റെ മഹിമയും യുവാക്കളെ മുറിഞ്ഞു പോകും. ഇല്ലാ ഹസബി വനസബി, എന്റെ തറവാട്, എന്റെ പൊന്നുമക്കൾ, ആ പൊന്നുമക്കളുടെ പരമ്പര ഒരു കോട്ടവും സംഭവിക്കുകയില്ല. ഇല്ലാ ഹസബി വനസബി, എല്ലാം തകർന്നു പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്നോടടക്കം എന്റെ ഉപ്പയുടെ ഉപ്പയുടെ വാപ്പയുടെ വാപ്പ, എന്റെ അനുജന്മാരോട്, കൊച്ചനുജന്മാരോടും ചോദിക്കുന്നു, നമ്മുടെ 4ാമത്തെ ഉപ്പയുടെ പേരൊന്ന് പറയാൻ. പോകട്ടെ, നമുക്ക് 5ാമത്തെ വാപ്പയുടെ പേരെന്ന് പറയാൻ നമുക്ക് കഴിയോ എന്ന് മനസ്സാക്ഷോട് ചോദിക്കുക. ഈ പൊന്നുമക്കൾ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ കുട്ടികൾ, അവരുടെ 7ാമത്തെ ഉപ്പ, അവരുടെ 8ാമത്തെ ഉപ്പ, 21ാമത്തെ ഉപ്പ, മഹാനായ ശൈഖുന താജുൽ ഉലമ ഖദ്ദസല്ലാഹ്, എന്റെ ഉപ്പയുടെ ഉപ്പ, എന്റെ 30ാമത്തെ ഉപ്പ എന്ന് പറയുന്ന ആ വാക്കുകൾ കേട്ടവരാണ് നമ്മളൊക്കെ. ഈ പൊന്നുമക്കൾ അഹ്ലു ബൈത്ത് റസൂലുള്ളാഹിന്റെ കുട്ടികളും അവിടുത്തെ 8ഉം 10ഉം 20ഉം 25ാമത്തെ ഉപ്പയുടെ പേര് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, അയാ ഫാഖിറൻ ബിൻ നസബി കൈഫ തഫാഖുറു വഅസ്ലുകും മിൻ ഖബ്ലു തിയംബനായരു വഅശാരി മുശാരി വമണ്ണാനു പാണനോ വകയപാനു ചട്ടിയും വനായാടി പറയരൂ. ഉമർ ഖാദി തങ്ങളെ പോലെയുള്ള ആളുകൾ തറവാടിന്റെ മഹിമ പറയുന്ന മനുഷ്യ ആർക്ക് എന്ത് പറയാനുണ്ട്? നമുക്കങ്ങ് എണ്ണു നോക്കിയാൽ എന്താണ് നമുക്ക് നമ്മുടെ കൺമുമ്പിൽ കാണാനുള്ളത്? പക്ഷേ ആ മഹിമ പറയാൻ ഒരു പരമ്പരയുണ്ട്. അത് റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്, അത് നബി തങ്ങളുടെ മക്കളാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവര്, അവരാണ് എന്റെ വസീല, അവരാണ് എന്റെ എല്ലാം. ഇത് ശാഫിഈ ഇമാമിനെ പോലെയുള്ള മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, സഹോദരങ്ങളെ, സമയം വൈകിയിട്ടുണ്ടെന്നും എനിക്കറിയാം. ഞാൻ നിങ്ങളെ പോലെ അത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്.
റസൂലുള്ളാഹിന്റെ മക്കളുടെ പൊരുത്തം അത് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു പ്രസംഗമാണ്, അല്ലെങ്കിൽ ഈ ഇരുത്തവും അതിന് വേണ്ടിയാണ്. ഞാനിവിടെ പറഞ്ഞു വന്നത് ദീർഘിപ്പിക്കുന്നില്ല, സമയത്തിന്റെ അവസ്ഥ കടക്കിലെടുത്ത് ഞാൻ നിർത്തുകയാണ്. ഞാൻ എന്റെ സഹോദരങ്ങളോട് പറഞ്ഞു വരുന്നത്, എല്ലാ മഹാന്മാരുടെയും ഖൽബിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ വെളിച്ചം കിട്ടി സ്വർഗത്തിൽ പാറിക്കളിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ഖൽബിൽ ഇറക്കി വെക്കുന്നത് റസൂലുള്ളാഹിയാണ്. നബിത്തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കുന്ന ഏതൊരു മനുഷ്യനും അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമക്കൾ ആ മക്കളെ ഖൽബിൽ ഇറക്കി വെക്കും. അതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചു തന്നത്, നമുക്ക് പഠിപ്പിച്ചു തന്നതും ജീവിതത്തിലൂടെ പകർത്തി തന്നതും അത് തന്നെയാണ്. ഞാനിവിടെ പറയുന്നത്, ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത്, ആ നബിത്തങ്ങളെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെക്കണം. എല്ലാ മഹാന്മാരും അങ്ങനെ തന്നെയാണ്. റസൂലുള്ളാഹിനെ ഖൽബിൽ ഇറക്കി വെച്ചു. നബിത്തങ്ങളെ തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൻ, പിടിച്ചോളൂ മുസ്ലിമീങ്ങളെ, മുഹമ്മദുർ റസൂലുള്ളാഹ് വകുല്ലു സഅബിൻ, ഏത് മലബാറിയുള്ള പ്രശ്നങ്ങളും യഹൂനു ഇദാ തമസ്സക് ബിൻ നബിയ്യി, റസൂലുള്ളാഹിനെ പിടിച്ചാൽ മഞ്ഞു പോലെയായി തീരും. നബി തങ്ങളെ ഖൽബിൽ ഇറക്കി വെച്ചാൽ മഞ്ഞു പോലെയായി തീരും. ഇത് മഹാന്മാര് പറഞ്ഞിട്ടില്ലേ? യുവാക്കൾ, എന്റെ കൊച്ചനുജന്മാരെ, ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തുൻ ലി ഉമ്മതി, ഇത് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ മക്കളാണ് നമ്മൾ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ. റസൂലുള്ളാഹി പറയുന്നു, എല്ലാ അമ്പിയാക്കൾക്കും അല്ലാഹു തആല ഒരു പ്രത്യേക ദുആ കൊടുത്തിട്ടുണ്ട്. ഉമറേ, എന്റെ സിദ്ദീഖ്, ആ അമ്പിയാക്കൾ മുഴുവനും അല്ലാഹു കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുആ അത് ചെലവഴിച്ചിട്ടുണ്ട് സ്വഹാബികളെ. എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ഇന്നുവരെ ചെലവഴിച്ചിട്ടില്ല, ഞാൻ ഇന്നുവരെ ദുആ ചെയ്തിട്ടുമില്ല. എന്താണെന്നറിയോ, ഏതാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ബീവി ഫാത്തിമ. ഫാത്തിമ എന്റെ കരളാണ്. ഫാത്തിമത്തു ബിദ്അത്തുൻ മിന്നി, ഫാത്തിമത്തു സയ്യിദ, ഫാത്തിമത്തു ഫാത്തിമ സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലെ മുഴുവൻ സ്ത്രീകളുടെയും നേതാവ് അത് എന്റെ മോളാണ്, എന്റെ ഫാത്തിമയാണ്. ആ ഫാത്തിമ എന്ന പൊന്നുമകളുടെ കണ്ണീര് കണ്ടൊരു സമയമുണ്ട്. ആ സമയത്തും എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല സ്വഹാബികളെ. എന്റെ കഴുത്തിലേക്ക് പലതും മരിച്ചിട്ടൊരു സമയമുണ്ട്. റസൂലുള്ളാഹിന്റെ കാല് വെട്ടി, നെരിയാണി വെട്ടി രക്തമൊഴുകിയ സമയം. അവിടുത്തെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ചിട്ടുണ്ട്. യുവാക്കളെ, ആ പല്ല് വീണപ്പോൾ പോയതല്ല, പ്രായാധിക്യം കൊണ്ടുപോയതുമല്ല, ആ പല്ല് തെറിപ്പിച്ചതായിരുന്നു. സ്വഹാബത്തിന്റെ മനസ്സൊന്ന് പതറി, സ്വഹാബത്തിന്റെ മനസ്സൊന്ന് ചിതറി. നോക്കൂ നിങ്ങൾ, യാ റസൂലല്ലാഹ്, അവിടുത്തെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച ആ ആളുകൾക്കൊന്ന് കേടായി ദുആ ചെയ്തുകൂടെയോ നബിയേ? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ സ്വഹാബികളെ, എന്റെ വായിൽ നിന്ന് പല്ല് തെറിപ്പിച്ച, എന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ ആ മനുഷ്യന് അല്ലാഹു ഈമാനിന്റെ വെളിച്ചം കൊടുത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ് ഉമറേ. സിദ്ദീഖ്, എന്റെ സന്തോഷം എത്രയായിരിക്കും? സാധുക്കളായ നമുക്ക് വേണ്ടി ഈമാനിന്റെ വെളിച്ചത്തോടുകൂടെ ഒരു കുട്ടി സ്വർഗത്തിൽ പോകുന്നത് കണ്ടാൽ എന്റെ സന്തോഷം എത്രയാണ്? ഇത് പറഞ്ഞ് കണ്ണീരൊടുക്കിയ റസൂലുള്ളാഹി അവിടുന്ന് പറയുന്നു, സ്വഹാബികളെ, എന്റെ പൊന്നുമോൾ കണ്ണീരൊടുക്കിയ ഒരു സമയമാണ്. എന്റെ പൊന്നുമകൾ ഉപ്പാ വാബത്താ, ഉപ്പാ എന്ന് വിളിച്ചൊരു സമയമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിന്റെ അവസ്ഥ കണ്ട് അവിടുത്തെ ശരീരത്തിലേക്ക് അവരിച്ചിട്ട തുതികൾ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പൊന്നുമകളുടെ ഉമ്മ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ പലപ്പോഴും പറയും, ഞാൻ നബി തങ്ങളുടെ അരികിൽ ഇരിക്കുമ്പോൾ റസൂലുള്ളാഹി വേറെ വല്ല ചിന്തയിലോ മറ്റോ ആടിയെങ്കിലും ഞാൻ മെല്ലെ ചവിട്ടിൽ ചെന്ന് പറയും, യാ റസൂലല്ലാഹ്, ഫാത്തിമയുടെ ഉമ്മ ഇവിടെ ഇരിപ്പുണ്ട്.
ഫാത്തിമയുടെ ഉമ്മ എന്ന് കേട്ടാൽ റസൂലുള്ള എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും, നബിത്തങ്ങൾ എന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കും. ആ ഫാത്തിമയുടെ കുഞ്ഞിക്കൈകളെ കൊണ്ട് നബിത്തങ്ങളുടെ ശരീരത്തിലേക്ക് വലിച്ചിട്ട പലതും എടുത്തു മാറ്റുമ്പോൾ സ്വഹാബികളെ, എനിക്ക് അല്ലാഹു നൽകിയ ദുആ, എന്റെ മോളുടെ കരച്ചിൽ സമയം ഞാൻ ആ ദുആ ചെലവഴിച്ചിട്ടില്ല. എന്റെ ഭാര്യയായ ബീവി ആയിഷ ബീവി ലോകമുഅ്മിനീങ്ങളുടെ ഉമ്മ, ആ ഉമ്മയെ വ്യഭിചാരാരോപണം നടത്തിയ സമയമുണ്ട്. ആ സമയത്തും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ത്വായിഫിലേക്ക് പോകുമ്പോൾ എന്റെ കാലിലേക്ക് കല്ലെടുത്തെറിഞ്ഞ സമയമുണ്ട്. വല്ലാത്തൊരു വിഷമമുണ്ടായ ഘട്ടമുണ്ട്. അന്നും എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. നേരെ മറിച്ച് കരീമുല്ലാഹി മൂസ, അമ്പിയാക്കളിൽ പ്രധാനിയായ ബഹുമാനപ്പെട്ട കരീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമിനെ വ്യഭിചാരാരോപണം നടത്തിയ ആ അവസ്ഥ കേട്ടപ്പോൾ കണ്ടപ്പോൾ സ്വഹാബികളെ, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹു കൊടുത്ത ദുആ ചെലവഴിച്ചു. അവിടുന്ന് ആ ദുആ നടത്തി. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മറ്റു പല വിഷമങ്ങൾ അനുഭവിച്ചപ്പോഴും ആ ദുആ ചെലവഴിച്ചു. എന്റെ പൊന്നുമകൾ ഉപ്പ എന്ന് വിളിച്ച് കണ്ണീരൊടുക്കിയ ആ സമയത്തും അതുപോലെ തന്നെ മറ്റു പലതും കണ്ട ഘട്ടത്തിലും എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ ചെലവഴിച്ചിട്ടില്ല. ഞാൻ ഉഹദിലേക്കൊന്ന് ചെന്ന് നോക്കി. ചെതറിക്കിടക്കുന്ന ഒരു മനുഷ്യൻ ആരായിരിക്കും? കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ യുവാക്കളെ കരളാണ് കടിച്ചു തുപ്പിയിരിക്കുന്നത്. ആരാണ് സ്വഹാബികളെ? സയ്യിദുനാ ഹംസത്തുൽ കറാർ. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, ഉമറേ, നബി തങ്ങളുടെ അരികിലേക്ക് പോകുന്നത് നല്ല നിയ്യത്താണെങ്കിൽ, നല്ല മനസ്സോടെയാണെങ്കിൽ അൽഹംദുലില്ലാ. അല്ല എങ്കിൽ ഹംസയാണ് ഇരിക്കുന്നത്, ഹംസത്താണ് ഇരിക്കുന്നത്. ഓർത്തുപോയിക്കോ ഉമറേ. ഹംസത്തുൽ കറാർ തങ്ങൾ പറയുന്നുവെങ്കിൽ ആ ഹംസത്ത് എന്നവരുടെ കരളാണ് പിച്ച് ചിന്തിയിരിക്കുന്നത്. റസൂലുള്ളാഹി ചോദിച്ചു, ആരുടെ കരളാണിത്? ഹംസത്ത് എന്നവരുടേതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആ സമയം വല്ലാതെ കണ്ണീരൊടുക്കിയ ഒരു സമയമാണ്. അപ്പോഴും അല്ലാഹു തആല നബി തങ്ങൾക്ക് കൊടുത്ത ആ പ്രത്യേക ദുആ അവിടുന്ന് ചെലവഴിച്ചിട്ടില്ല. അല്ലയോ ഉമറേ, ഫഖദ് ഇഖ്തബഅതു ദഅവതി ശഫാഅത്തൻ ലിഉമ്മതി. എനിക്ക് അല്ലാഹു തആല നൽകിയ ദുആ എന്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി, ഉമ്മത്തിന് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. മതാ അൽഖാ ഇഖ്വാനി, ഞാൻ എന്റെ മക്കളെ ഒന്ന് കണ്ടുമുട്ടും, ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടും. അലസ്നാ ഇഖ്വാനക യാ റസൂലല്ലാഹ്. നബിയേ, ഞങ്ങൾക്ക് അവിടുത്തെ മക്കളല്ലയോ തങ്ങളെ, ഞങ്ങൾക്ക് അവിടുത്തെ കുട്ടികളല്ലയോ നബിയേ? ലാ ബൽ അൻതും അസ്ഹാബി, നിങ്ങളൊക്കെ എന്റെ സ്വഹാബികളാണ്. വഇഖ്വാനി വഫീ റിവായത്തിൽ വഔലാദി, ആരാണ് എന്റെ മക്കളെന്നറിയുമോ? അല്ലദീന ആമനൂ ബി വലം യറൗനി, എന്നെ കാണാത്ത, എന്റെ കൂടെ നിസ്കരിക്കാത്ത, എന്റെ കൂടെ ഇരുന്ന് വഅദ് കേൾക്കാൻ കഴിയാത്ത, എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവസരം കിട്ടാത്ത ഒരുപാട് മക്കൾ എന്റെ വഫാത്തിന് ശേഷം വരും. അവര് പാവങ്ങളാണ്, അവര് സാധുക്കളാണ്. എന്നെ വെറുത്തിട്ട മക്കളൊന്നും ചെയ്യൂല ഉമറേ, എന്നെ വെറുത്തിട്ട കുട്ടികളൊന്നും ചെയ്യൂല ഉമറേ. സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈമാനിന്റെ വെളിച്ചം കിട്ടിയ നമ്മൾ ആരെങ്കിലും റസൂലുള്ളാഹിനെ വെറുത്തിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഖാലിഖായ റബ്ബിനെ വെറുത്തിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എന്റെ അനുജാല, ഇല്ല മോനെ, ഇല്ല. ചെറുപ്പക്കാരായ കുട്ടികൾ കള്ളുകുടിക്കുന്ന ചെറുപ്പക്കാർക്ക് കള്ളുകുടിയിൽ പെട്ടുപോയ സംഭവിച്ചു പോയൊരു മോനോട് ചോദിച്ചാലും മുത്തുനബിയോട് ഒരു വെറുപ്പ് എനിക്കില്ല, ഖാലിഖായ റബ്ബിനോട് എനിക്കൊരു വെറുപ്പുമില്ല. യാഥാർത്ഥ്യമല്ല സഹോദരങ്ങളെ. ഇന്ന് വരെ അഷ്റഫുൽ ഖൽഖ്
നബിത്തങ്ങളെ വെറുത്തിട്ട് എന്തെങ്കിലും ഒരു വാക്ക്, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മുടെ അരികിൽ സംഭവിച്ചിട്ടുണ്ടോ? ശൈത്താൻ പഠിപ്പിച്ച് പലതും ചെയ്യുന്നവരാണ്. അല്ലാഹു നമ്മുടെ ദോഷങ്ങൾ പുറത്തു സാദാത്ത് പാപ്പയുടെ ഹക്ക് കൊണ്ട് നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു തരുമാറാവട്ടെ. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കുട്ടികളെ ഞാൻ ഇന്ന് കണ്ടുമുട്ടുമെന്ന് കണ്ണീരൊടുക്കുന്നുവെങ്കിൽ ആ നബിത്തങ്ങളാണ് പറയുന്നത്, എനിക്ക് അല്ലാഹു നൽകിയ ദുആ ഞാൻ എന്റെ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. ഞാൻ എന്റെ കുട്ടികളെ ഒന്ന് കണ്ടുമുട്ടും എന്ന് പറഞ്ഞ് കണ്ണീരൊടുക്കിയ ആ നബിത്തങ്ങളെ തമസ്സക് ബിൻ നബിയ്യി വകുല്ലു സഅബിൽ പിടിച്ചോളൂ മുസൽമാൻ, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ. അല്ലാഹു ഈ ഉമ്മത്തിന് നൽകിയ റഹ്മത്താണ്, എല്ലാമാണ്. ആ നബിത്തങ്ങളെ ഖൽബിൽ ഇറക്കി വെക്കുന്ന ഒരു മനുഷ്യൻ ഏത് മല പോലെയുള്ള പ്രശ്നങ്ങളും യഹൂദു ഇദാ തമസ്സക ബിൻ നബിയ്യി അത് മഞ്ഞ് പോലെയായി തീരും. അല്ലാഹു തആല അത് മഞ്ഞ് പോലെയാക്കി കളയും എന്ന് മഹാന്മാർ വിവരിക്കുന്നുവെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എന്തുകൊണ്ട് എന്റെ അനുജന്മാരെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെച്ചുകൂടാ? ലൗ അന്ന സമാവാതി സബ്അ വൽ അർളി, 7 ആകാശവും 7 ഭൂമികളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളും ഫീ കഫത്തിൽ മീസാൻ, ഒരു തുലാസിൽ എന്ന് വെക്കുന്നു. വലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഫീ കഫത്തുൻ ഉഖറ, മറ്റൊരു തുലാസിലും അങ്ങ് വെച്ചാൽ എന്റെ അനുജാ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും ലൗ അന്ന സമാവാതി സബ്അ വൽ അർളി, 7 ആകാശവും ഭൂമികളും മുഴുവനും ഒരു തുലാസിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ കലിമ മറ്റൊരു തുലാസിലും അങ്ങ് വെക്കുന്നുവെങ്കിൽ ലസഖുലത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയൊക്കെ വെച്ച് വെക്കാൻ ലോകത്തൊന്നുണ്ട്? ഈമാനുള്ള സഹോദരാ, ആ കലിമ ചൊല്ലിയത് കൊണ്ട് മാത്രം ഏതെങ്കിലും ഒരു മനുഷ്യന് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? ഈമാനിന്റെ പ്രഭ ലഭിക്കുമോ? ഇസ്ലാമിന്റെ ഒരു മെമ്പർഷിപ്പ് എടുക്കാൻ കഴിയുമോ? ഹത്താ തശ്ഹദ വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറയാതെ ആകാശത്തിന്റെ ചുവട്ടിൽ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈമാനിന്റെ വെളിച്ചം കിട്ടുമോ? സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, ആരാണ് റസൂലുള്ളാഹ്? നബി തങ്ങളെ പറഞ്ഞാലും പോരാ, മനസ്സിൽ ഉറപ്പിച്ച നാവ് കൊണ്ട് വെളിവാക്കി പറഞ്ഞാലേ ഈമാനിന്റെ വെളിച്ചം കിട്ടുകയുള്ളൂ. സുബ്ഹാനല്ലാഹ്, ആ നബി തങ്ങളെ നമ്മുടെ ഖൽബിൽ ഒന്ന് ഇറക്കി വെച്ചുകൂടെ? ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത് മാത്രമല്ല, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർദ്, 5 വഖ്തിലും അതുപോലെ സുന്നത്തുകളിലും ദുആ ചെയ്യുന്ന പ്രധാനപ്പെട്ട ദിക്ർ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി, എന്റെ എല്ലാം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തെ പടച്ച റബ്ബിനാണ്. ഇത് നമ്മൾ പറയുന്നുവെങ്കിൽ ആ 5 വഖ്ത് നിസ്കാരത്തിലും അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു, അസ്സലാമു അലൈക, അസ്സലാമു അലൈക എന്ന് നബി തങ്ങളെ ഖിതാബിട്ടുകൊണ്ട് പറയൽ നിർബന്ധമാണല്ലോ മുസ്ലിമീങ്ങളെ. നബി തങ്ങളെ പറഞ്ഞില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം അസ്ഥാനത്താണ്. നബി തങ്ങളല്ലാത്ത കോടാനകോടി മനുഷ്യരിൽ ഏതെങ്കിലും ഒരാളെ ഖിതാബിട്ടുകൊണ്ട് പറഞ്ഞാൽ ആ നിസ്കാരം അസ്ഥാനത്താണ്. നബി തങ്ങളെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരത്തിന് കുറവുണ്ട്. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പ, അൽ വാലിദു ഔസത്തു അബ്വാബിൽ ജന്ന, സ്വർഗ്ഗത്തിലെ കവാടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കവാടം യുവാക്കളെ നമ്മുടെ ഉപ്പയാണ്, നമ്മുടെ വാപ്പയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഉപ്പയെ അസ്സലാമു അലൈക എന്ന് നിസ്കാരത്തിൽ ഖിതാബിട്ട് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരത്തിന് കുറവ് സംഭവിക്കും. നമ്മുടെ നിസ്കാരം അസ്ഥാനത്തായി പോകും. റസൂലുള്ളാഹിനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം അസ്ഥാനത്താണ്. സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. ഈ നബി തങ്ങളെ നമ്മുടെ ഖൽബിൽ ഒന്ന് ഇറക്കി വെക്കണ്ടേ സഹോദരങ്ങളെ? ഞാൻ നിർത്തട്ടെ, ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർള് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെങ്ങാനും റഹ്മത്തുൽ ലിൽ ആലമീൻ നബി തങ്ങളെങ്ങാനും വിളിച്ചാൽ
എന്റെ അനുജാ, റസൂലുള്ള ഒരു കുട്ടിയുടെ പേര് വിളിച്ചോ, ആ കുട്ടി ഫർദ് നിസ്കാരത്തിലാണ്. ആ കുട്ടിയെ വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നടന്നുപോയാൽ കുഴപ്പമില്ല, ഖിബല തെറ്റിയാൽ വിരോധമില്ല, 3 ചലനമുണ്ടായാലും പ്രശ്നമില്ല. നേരെ മറിച്ച് നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്, നമ്മുടെ വാപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. ഉമ്മാക്ക് കുറവുള്ളത് കൊണ്ടല്ല, മാതാപിതാക്കളെ കാടുകയറി വാഴ്ന്നു പറയുന്ന ഒരുവനാണ് ഈ വിനീതൻ. നമ്മുടെ ഉമ്മയുടെ മുഖത്തൊരു നോട്ടം നോക്കുന്നവല്ല ഹജ്ജ് ചെയ്ത പ്രതിഫലമെന്ന് പഠിപ്പിച്ച ദീനിന്റെ അകലുകാരാണ് നമ്മൾ. ആ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുതെന്നും, റസൂലുള്ള വിളിച്ചാൽ ഉത്തരം അവിടുന്ന് ഉത്തരം കൊടുത്തേ പറ്റൂ. ഖിബ്ല തെറ്റിയാൽ വിരോധമില്ല. നമ്മുടെ ഉപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കരുത്. ഉത്തരം കൊടുക്കണമെന്ന ചർച്ച യുവാക്കളെ അത് സുന്നത്ത് നിസ്കാരത്തിലാണ്. ഉമ്മ വിളിച്ചാൽ ഉപ്പ വിളിച്ചാൽ ഉത്തരം കൊടുക്കണം മക്കളെ എന്നുള്ള വിളി, ആ ഉപദേശം സുന്നത്ത് നിസ്കാരത്തിലാണ്. നേരെ മറിച്ച് ഫർദ് നിസ്കരിക്കുന്ന ഒരു കുട്ടിയെ റസൂലുള്ള വിളിച്ചാൽ ഉത്തരം കൊടുക്കൽ നിർബന്ധമാണ്. നമ്മുടെ ഉമ്മ വിളിച്ചാൽ ഉത്തരം കൊടുക്കാൻ പാടില്ല. സ്വല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്, ഈ നബിത്തങ്ങളെ നമ്മുടെ ഖൽബിൽ ഇറക്കി വെക്കണോ എന്നുള്ളത് അതെങ്ങനെയാണ് മുൻഗാമികൾ ഖൽബിൽ ഇറക്കി വെച്ചത്? അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിത്തങ്ങളെ ഏറ്റവും മഹബ്ബത്ത് വെച്ച ഈ കോടാനകോടി മനുഷ്യ മക്കളിൽ മുഅ്മിനീങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുത്ത് അത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തന്നെയാണ്. ആ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ ആമുഖത്തിൽ പറഞ്ഞത്. ലഖറാബത്തു റസൂലില്ലാഹ് അഹബ്ബു ഇലയ്യ മിൻ ഖറാബതി. എന്റെ പൊന്നു ഉമ്മ, എന്റെ ഉപ്പ, എന്റെ പൊന്നു മക്കൾ, അവരെക്കാൾ എനിക്ക് ഏറ്റവും എന്റെ ഖൽബിലുള്ളത് അത് റസൂലുള്ളാഹിന്റെ കുട്ടികളാണ്, അവിടുത്തെ കുടുംബമാണ്. എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തട്ടെ, 10 വാള്യമുള്ള തുഹ്ഫ എന്ന ഗ്രന്ഥം ഉലമാക്കൾക്കറിയാം, പണ്ഡിതന്മാർക്കറിയാം. ഒരു പേജ് ഒന്ന് വായിക്കാൻ കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് കണ്ടിട്ട് ആ കിതാബൊന്ന് തുറന്നു വെച്ച് ഒരു പേജ് ഒന്ന് വായിക്കാൻ കഴിഞ്ഞാൽ ഒരു വലിയ ആലിം എന്ന് പറയാൻ കഴിയും. അതാണ് തുഹ്ഫ. ആ തുഹ്ഫ എന്ന 10 വാള്യമുള്ള ഗ്രന്ഥം കാണാതെ 10-60 കൊല്ലത്തോളം ഈ ഉമ്മത്തിന്റെ ചാരത്തെ ദർശ നടത്തിയ അല്ലാഹുവിന്റെ ഹബീബിന്റെ പൊന്നുമക്കളിൽ മുവഫഖായ അഹ്ലു ബൈത്തിലെ മുവഫഖായ ഒരു നേതൃത്വം തന്നെയായിരുന്നു ശൈഖുനാ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. കർണാടകയിലെ പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരങ്ങളോട് പറയട്ടെ, താജുൽ ഉലമയുടെ പാദസ്പർശം 10-60 കൊല്ലത്തോളം ഇവിടെ ആ പാദസ്പർശം ഏറ്റുവാങ്ങുന്ന അവസരം കിട്ടിയവരാണ് നിങ്ങൾ. അവിടുത്തെ മുഖം കാണാനും അവിടുത്തെ പൊരുത്തം കിട്ടിയ മക്കളാണ് നിങ്ങൾ. ഞാൻ കർണാടകയിൽ എന്റെ കൊച്ചനുജന്മാരോട് ഓർമ്മപ്പെടുത്തുന്നു, ഉള്ളോളത്ത് വെച്ച് എത്ര വലിയ ആലിമീങ്ങളെ, മഹാനായ ശൈഖുനാ ബേക്കൽ ഉസ്താദ് വലിയ പണ്ഡിതനായിരുന്നു, അല്ലാഹുവിന്റെ ദറജ കൊടുക്കട്ടെ. അതൊക്കെ താജുൽ ഉലമയുടെ ചെറിയ കുട്ടികളാണ്, താജുൽ ഉലമയുടെ ചെറിയ മക്കളാണ്. ബേക്കൽ ഉസ്താദ് അടക്കമുള്ള മഹാന്മാർ താജുൽ ഉലമയുടെ ചെറിയ ചെറിയ കുട്ടികളാണ്. നോക്കു നിങ്ങൾ, ബേക്കൽ ഉസ്താദ് പറയാറുണ്ട്, ഞാൻ അവിടുത്തെ ചെറിയ ശിഷ്യഗണങ്ങളിലെ ചെറിയ കുട്ടികൾപ്പെട്ട ആളാണ്. അവർ ആരായിരിക്കും? താജുൽ ഉലമ. ആ താജുൽ ഉലമ അൽഹംദുലില്ലാഹ് മഹാനായ ശംസുൽ ഉലമ, അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. നോക്കു നിങ്ങൾ, ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയുടെ അനുജൻ കൂടിയായ അതേ അഹ്ലുസുന്നയുടെ മഹത്തായ ഒരു കേന്ദ്രമാണ് ബഹുമാനപ്പെട്ട ശൈഖുന ഇ കെ ഹസൻ മുസ്ലിയാർ. അഹ്ലുസുന്നയുടെ മക്കൾക്ക് മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ, മായ്ക്കാൻ കഴിയുകയില്ല ഇ കെ ഹസൻ മുസ്ലിയാരെ. SYSന്റെ പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള യുവാക്കളെ, SSFന്റെ കുട്ടികളോട് പറയട്ടെ, ഇ കെ ഹസൻ മുസ്ലിയാർ ഇന്നും ഈ യുവ മനസ്സുകളിൽ നിറഞ്ഞു കിടക്കുന്ന ഒരു മുത്ത് തന്നെയാണ്. അവിടുന്ന് പഠിക്കുന്ന കാലം ശംസുൽ ഉലമയോട് പറഞ്ഞൊരു വാക്കുണ്ട്. ഈ നമ്മുടെ മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് വലിയുല്ലാഹ് ശൈഖുനാ സയ്യിദ് വലിയുല്ലാഹ് ഖദ്ദസല്ലാഹ് മഹാനവറുകളെ കുറിച്ച് എന്തോ അവിടുത്തെ നാടൻ ശൈലിയിൽ അവിടുന്ന് 1ാം ദർസും 2ാം ദർസും ഒന്നും പഠിക്കുന്നില്ലട്ടാ.
വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഹസന്റെ പണിയെടുത്താൽ മതിട്ട, നാളെങ്ങോട്ട് വരി, കാണിച്ചു തരെ ശംസുൽ ഉലമ പറയുന്ന വാക്കുകൾ. നേരം കൊടുത്തു, സബക്കിന് പോയി. ആ സമയം ബഹുമാനപ്പെട്ട ഇ.കെ. ഹസൻ മുസ്ലിയാറുണ്ട്, വലിയുല്ലാഹി സിയും വലിയുള്ള ഖദ്ദസല്ലാഹ്, വല്ലാത്തൊരു മഹാനവറുകളുമുണ്ട്. എന്ത് ചോദിച്ചാലും സിയും വലിയുള്ള പുഞ്ചിരിയോടെ മറുപടി പറയത്രേ. എന്തുമാത്രം രസകരമായ വിധത്തിൽ ഇ.കെ. ഹസൻ മുസ്ലിയാർ അടക്കമുള്ള മഹാന്മാർ അവരോട് ചോദിച്ചാലോ പതറിപ്പോന്ന്. ശംസുൽ ഉലമയുടെ ചോദ്യമല്ലേ. അപ്പൊ എന്ത് ചോദിച്ചാലും സിയും വരിയുള്ള വളരെ പുഞ്ചിരിയോടെ മറുപടി പറയും. അപ്പൊ അവസാനം ശംസുൽ ഉലമ ചോദിക്ക, ഹസനെ ഇപ്പൊ തിരിഞ്ഞോ? ആരാണ് ഔക്കർ എന്നുള്ളത് സിയും വരിയുള്ളതിനെ കുറിച്ച് ആരാണ് ഇപ്പൊ തിരിഞ്ഞോ? നിങ്ങളെ പണിയെടുത്താൽ മതി. പക്ഷേ ആ സിയും വരിയുള്ള പാപ്പയോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാത്തിനും പറ്റിയ ഒരാളെ കയ്യിൽ ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ആരായിരുന്നു ആ മുത്ത്? താജുൽ ഉലമയുടെ കയ്യിലാണ് ഏൽപ്പിക്കുന്ന രംഗം. നോക്കൂ നിങ്ങൾ, ഞാനിവിടെ പറഞ്ഞു വരുന്നത് പറവണ്ണ ഉസ്താദിന്റെ അരികിൽ എന്റെ പ്രിയപ്പെട്ടവരോട്, എന്റെ സഹോദരങ്ങളെ, പറവണ്ണ ഉസ്താദിന്റെ അരികിൽ വലിയ മഹാന് ഞാൻ ഇപ്പൊ സമയം വല്ലാതെ വൈകിട്ടുണ്ട്. 11 മണിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നെ നീട്ടുന്നത് അതുപകേടാണെന്ന് എനിക്കറിയാം. ആരാണ് താജുൽ ഉലമയും ആരാണ് ഖുറത്തു സാദാത്ത് തങ്ങളെന്ന് ഞാൻ കുറെ എഴുതിക്കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ സാഹചര്യം എനിക്കറിയാം, അത് ഇപ്പോൾ അത് അസ്ഥാനത്താണെന്നും എനിക്കറിയാം. ഞാൻ പറയുന്നത് പറവണ്ണ ഉസ്താദിന്റെ അരികിൽ പഠിക്കാൻ പോവുകയാണ് താജുൽ ഉലമ. മഹാനവരുടെ ചെറുപ്രായത്തിലെ ആ ഗാംഭീര്യവും ഇൽമിന്റെ ബഹർ പോലെ ആഴത്തിലുള്ള അവസ്ഥയും കണ്ടപ്പോ മഹാനവകൾ അവിടെ ദർസ് നടത്താൻ നിയമിച്ചിട്ട് ബഹുമാനപ്പെട്ട തെക്ക് ഭാഗത്ത് പോയ ഒരു ചരിത്രം നമ്മുടെ ഉസ്താദുമാര് പറയാറുണ്ട്. താജുൽ ഉലമയെ തിരിച്ചു വന്ന് താജുൽ ഉലമയെ കണ്ണിയത്ത് ഉസ്താദിന്റെ അരികിലേക്ക് പഠിക്കാൻ വിട്ടിട്ട് അവിടുന്ന് ബാഖിയാത്തിലേക്ക് പറഞ്ഞേക്കുമ്പോ ബാഖിയാത്തിൽ ചെന്ന് ജംഉൽ ജവാമി അടക്കമുള്ള കിതാബുകൾ ദർസ് നടത്താൻ ഉസ്താദുമാര് താജുൽ ഉലമ ഏൽപ്പിക്കുകയാണ്. സാധാരണ റസൂലുള്ളാഹിന്റെ മക്കൾ ഒരു കുട്ടിയല്ല, പണ്ഡിത സാദാത്തുക്കളിലെ വല്ലാത്തൊരു മുവഫഖാണ് താജുൽ ഉലമ. അവിടുന്ന് 1ാം റാങ്കോടുകൂടെ ബാഖിയാത്തിൽ നിന്ന് വന്നിട്ട് നോക്കൂ നിങ്ങൾ, അതിന്റെ ഇടയിൽ ശംസുൽ ഉലമയുടെ അരികിൽ പഠിക്കുന്ന കാലത്ത് ഇന്ന കിതാബുകൾ ഞാനത് കണ്ടിട്ടില്ലല്ലോ, ഞാനത് ദർസ് നടത്തലോട് പഠിച്ചിട്ടില്ല, ഓതിയിട്ടില്ല. നാ പിന്നെ തങ്ങളെ എന്തായാലും ദർസ് നടത്തണം. ബഹുമാനപ്പെട്ടവര് ശംസുൽ ഉലമയെ പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കുക, താജുൽ ഉലമ ദർസ് നടത്തുന്നത് കാണുമ്പോ ആ ഒരു മുവഫഖായ കുട്ടിയുടെ ദർസിന്റെ ആഴമുള്ള ഇൽമിന്റെ ആഴം കണ്ടിട്ട് സന്തോഷത്തോടെ ഉപ്പാക്ക് തുല്യമുള്ള ഒരു ഗുരു അവിടുന്ന് അങ്ങനെ കുലുങ്ങി അവിടുന്ന് ചിരിക്കുന്ന കാഴ്ച ശിഷ്യഗണങ്ങൾ പറയാറുണ്ട്. നോക്കുന്നത് ഇപ്പൊ കണ്ടോ നിങ്ങള് എന്ന് ചോദിക്കുന്ന അവസ്ഥകൾ ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ശൈഖുന താജുൽ ഉലമയെ കുറിച്ച് ഇന്ന് വരുമ്പോൾ നാളെ ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് അഭിവന്യ ഉസ്താദ് ഗുരു ശൈഖുന മുഹീസുന്ന, അല്ലാഹു ശൈഖുനാക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ വരുമ്പോൾ ശൈഖുനയും ഉണ്ട് ട്രെയിനിൽ. നാളെ ഇവിടെ ഇന്ന് ക്ഷീണമാണ്, രാവിലെ ഇവിടെ വരുമെന്ന് അറിയിച്ചിട്ടുമുണ്ട്. ശൈഖുന ഇങ്ങ് എത്തുന്നത് വരെ, കാസർഗോഡ് എത്തുന്നത് വരെ താജുൽ ഉലമയുടെ ജീവിതം, അതുപോലെ തന്നെ താജുൽ ഉലമയുടെ പൊരുത്തം കെട്ടെടുത്ത പലതും ഒപ്പിയെടുത്ത പൊന്നുമോൻ ഖുറത്തു സാദാത്ത്, താജുൽ ഉലമയുടെ പൊരുത്തം കിട്ടിയ കുട്ടി. അവിടുന്ന് അങ്ങനെ പറയാണ് ഉസ്താദ്, താജുൽ ഉലമയുടെ ജീവിതം, ഈ പ്രകാശം, ഈ ധൈര്യം സുൽത്താനുൽ ഉലമ അടക്കമുള്ള മഹാന്മാർക്ക്, നൂറുൽ ഉലമ അടക്കമുള്ള മുത്തുകൾക്ക് ഈ ധൈര്യം പകർന്നു കൊടുത്തത് താജുൽ ഉലമയാണ്. താജുൽ ഉലമ വലൗ വഹദി, മഹാനായ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞതുപോലെയുള്ള ചില വാക്കുകൾ നിർണായക ഘട്ടത്തിൽ പറഞ്ഞു പോയത് ഉസ്താദ് പറഞ്ഞു. ഞാനുണ്ടെന്ന് പറഞ്ഞ ചില ഘട്ടങ്ങൾ അവിടുന്ന് വിവരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നത് സഹോദരങ്ങളെ, ആ താജുൽ ഉലമയുടെ ഉപ്പാപ്പയുടെ എല്ലാം ഒപ്പിയെടുത്ത അവസരം കിട്ടിയ ഒരു വലിയ മഹാനാണ്
മഹാനായ ശൈഖുന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 10,000-കണക്കിന് ആലിമീങ്ങളിൽ നിന്ന് കടഞ്ഞെടുത്ത 40 അംഗങ്ങളിലെ പ്രമുഖരായിരുന്നു മഹാനായ ശൈഖുന ഖുർറത്തുസ് സാദാത്ത് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ട ശൈഖുനയുടെ സ്മരണ പുതുക്കുന്ന ഈ മജ്ലിസ് ശക്തിയായ മട, ഉസ്താദ് നേരത്തെ പറഞ്ഞ ചില വാക്കുകളുണ്ട്, ശക്തിയായ മടയും മറ്റും. എന്നാലും ഈ ആയിരങ്ങൾ അവിടുത്തെ മനസ്സിലെ മഹബത്ത് കൊണ്ട്, ശൈഖുനയോടുള്ള മഹബത്ത് കൊണ്ട് ഇവിടെ എത്തി, നാളെയും എത്തണമെന്ന് ഉസ്താദ് അറിയിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനും ഇവിടെ എത്തിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹ്. അവിടുത്തെ ജീവിതത്തിൽ എന്റെ ഓർമ്മയിൽ ഒരു 29-30 കൊല്ലം മുമ്പ് 95-ലോ 96-ലോ എഴുതി വെച്ച് നോക്കിയാൽ അറിയാം, ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ടുണ്ട്. കൂറ എന്ന ഈ സ്ഥലത്ത് അന്ന് ബഹുമാനപ്പെട്ടവര് ബഅദിന് വരാൻ പറഞ്ഞു. ഞാനിവിടെ വന്ന അന്നുള്ള ഇവിടുത്തെ അവസ്ഥ കണ്ടാൽ, ഞാനിന്ന് വരുമ്പോൾ ഉസ്താദ് ശൈഖുനയുടെ മുഹിബ്ബീങ്ങളുണ്ട്, അവരോട് ഞാൻ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, ഒരു 30 കൊല്ലം മുമ്പ് ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്തായിരുന്നു? അവിടുന്ന് ഇവിടെ ഉണ്ടാക്കിയ വെളിച്ചം, ഒരു കൊല്ലം വഫാത്തായിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ, അതിനുശേഷം ഉണ്ടായ വെളിച്ചം. പ്രിയപ്പെട്ടവരെ, മഹാനായ ശൈഖുന ഖുർറത്തുസ് സാദാത്ത് തങ്ങൾ വലിയൊരു മുവഫഖായിരുന്നു, വലിയൊരു മഹാനായിരുന്നു. ഒരുപാട് പ്രാവശ്യം അവിടുത്തെ കൂടെ യാത്ര പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. യാത്രയിലാണ് ഒരു മഹാൻ ആരാണെന്ന് തിരിയാൻ. പല സിയാറത്തിനും ഹറമൈനിലും അതുപോലെ തന്നെ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ തൊട്ട് ധാരാളം മഹത്തുക്കളുടെ ചാരത്ത് ബഹുമാനപ്പെട്ടവരുമൊത്ത് സിയാറത്തിന് പോകാനുള്ള തൗഫീഖ് കിട്ടിയിട്ടുണ്ട്. അവിടുത്തെ ജീവിതം, അവിടുത്തെ സ്വഭാവം, അവിടുത്തെ ശൈലി ഒന്ന് പറയാം. എന്താണ് കിബ്ർ എന്നുള്ളൊന്ന് അത് ശൈഖുനയെ കുറിച്ച് അറിയുന്നവർക്കറിയാം, ഖുർറത്തുസ് സാദാത്ത് തങ്ങൾ ഉപ്പാപ്പയെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ അറിയാം. ഈ കിബ്ർ എന്താന്നുള്ള മഹാനവർക്കറിയോ? ഈ ഹസദ് എന്താന്നുള്ള തിരിയോ? ഹിഖ്ദ് എന്താന്നുള്ള ആ പദങ്ങളൊക്കെ ഉസ്താദന്മാർക്ക് അങ്ങനെ ഒന്ന് ബഹുമാനപ്പെട്ടവർക്ക് എന്താണെന്ന് അറിയോ എന്നുള്ളത്. അങ്ങനെയാണ് പച്ചയിൽ സാധാരണക്കാരെ പോലെ ഒരു യാത്രയില് ചിലപ്പോ തിരിച്ചു വരുമ്പോഴാണ് താജുൽ ഉലമയുടെ മോനാണ്, അപ്പൊ ആളുകളൊക്കെ നെട്ടിപ്പോകും. പടച്ചവന് ഇങ്ങനെ 8-10 ദിവസം നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന. അപ്പൊ എന്താന്നറിയാം, നിങ്ങള് സാധാരണക്കാരെ പോലെ ഒരു ജാടയുമില്ല, ഒന്നുമില്ല. എന്നാലോ ഹഖിന്റെ വിഷയത്തിൽ പുലിക്കുട്ടിയാണ്. ഏതൊരു പ്രധാന എന്തും മലമൂലത്തെ പ്രശ്നം വന്നാലും അവിടെ പിടിക്കേണ്ടത് പിടിക്കുകയും ചെയ്യും. അത് ശരിക്കറിയാം. 1-2 ഘട്ടങ്ങളിൽ ഈ കർണാടകയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ആരെന്ത് പറഞ്ഞാലും ഹഖായൊരു ഭാഗം അവിടെ ശരിക്കും കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അവിടെ ഏതെങ്കിലും ഒരു മുതലാളിയെന്നോ ഒരു പണച്ചാക്കുകാരൻ അങ്ങനെ ഒന്നും ഉപ്പാപ്പാക്ക് അറിയൂല. അങ്ങനത്തെ ഒരവസ്ഥ നിങ്ങൾ അറിയുന്നവർക്കൊക്കെ അറിയാം. അങ്ങനെ തന്നെ ഉപ്പട അൽഹംദുലില്ലാഹ് അവിടെ ഒരു വലിയ മുതലാളി, ഒരു മുതലാളി എന്ന നിലയ്ക്ക് ഒരു പ്രത്യേക സ്നേഹം. നിങ്ങൾ ആരെങ്കിലും പാപ്പിൽ ഖുർറത്തുസ് സാദാത്ത് അങ്ങനെ കണ്ടിട്ടുണ്ടോ? മുതലാളി എന്ന നിലയ്ക്കൊരു സംഭവം, അതിന് തൊഴിലാളി ഒരു പാവപ്പെട്ട ഒരു മനുഷ്യ നിലക്ക് ഒരു ചെറുതായി കാണൽ അങ്ങനൊന്നും ഇല്ലേ ഇല്ല. എല്ലാം ഒരുപോലെ സാദാത്തുക്കളോട് മഹബത്തുണ്ട്, ആലിമീങ്ങളോട് മഹബത്തുണ്ട്, അതൊക്കെ കാണിക്കുകയും ചെയ്യും. ഞാനിവിടെ പറഞ്ഞു വരുന്നത്, ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ബഹുമാനപ്പെട്ടവരുടെ സ്മരണ പുതുക്കുന്ന ഈ മജ്ലിസിൽ മഹാനായ ശൈഖുന ഖുർറത്തുസ് സാദാത്ത് തങ്ങൾ വലിയൊരു മഹാനായിരുന്നു. താജുൽ ഉലമയുടെ എല്ലാം ഒപ്പിയെടുക്കാൻ അവസരം കിട്ടിയ ഒരു മഹാനായിരുന്നു. അവിടുത്തെ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുള്ളത്. റസൂലുള്ളാഹിന്റെ മക്കളോടുള്ള ഒരു മഹബത്ത്, ഉപ്പാപ്പയോടുള്ള ഒരു മഹബത്ത് ഈ നാട്ടിലും പരിസരക്കാരിലും, അതുപോലെ തന്നെ ആയിരങ്ങളുടെ താങ്ങും തടലും അത്താണിയുമാണ് ബഹുമാനപ്പെട്ട ശൈഖുന. പറയേണ്ടതില്ല, താങ്ങാണ്, തണലാണ്, അത്താണിയാണ്. അല്ലാഹു അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. അവിടുത്തെ എല്ലാം ഒപ്പിയെടുക്കാൻ ആ തൗഫീഖ് കിട്ടിയ അവിടുത്തെ പൊന്നുമകൾ സയ്യിദ് മസ്ഊദ് തങ്ങൾ ചെറുപ്പക്കാരാണ്, പക്ഷേ
അവിടുത്തെ എല്ലാം അവിടുത്തെ ഉപ്പാപ്പയുടെയും എല്ലാ മഹബത്തും ഹൃദയം അൽഹംദുലില്ലാഹ് അത് ഒപ്പിയെടുക്കാൻ അവസരം കിട്ടിയ പൊന്നുമകൾ, ആ മോനിലൂടെ തന്നെ ഇവിടെ ഇന്നും അവിടുത്തെ ഉപ്പാപ്പയും കാണിച്ച ആ റൂട്ടിൽ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരനായ പൊന്നുമോൻ, ഞങ്ങൾക്ക് മക്കളുടെ പ്രായമുള്ളൂ, ആ പൊന്നുമകൻ അല്ലാഹു ഹിമ്മത്ത് കൊടുക്കുമാറാവട്ടെ. ബാപ്പയുടെ എല്ലാം കൊണ്ടു നടക്കാനും ഉപ്പ ഏൽപ്പിച്ചു പോയ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു, പലതും അത് ഏത് രൂപത്തിലും ഇപ്പോൾ പറയുന്നില്ല, ഉപ്പ ഏൽപ്പിച്ചു പോയ എല്ലാം ആ പ്രിയപ്പെട്ട പൊന്നുമകന് ഹിമ്മത്തോടുകൂടെ അതെല്ലാം നിർവഹിക്കാനും കൊണ്ടു നടക്കാനും നടത്താനും അല്ലാഹു തൗഫീഖ് കൊടുക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, ധാരാളം പ്രവർത്തകർ സഹോദരങ്ങൾ, നമ്മുടെ ഹാരിസാജി, മാട്ടൂരിലെ ഹാരിസാജി, ഇവരൊക്കെ നമ്മുടെ SYS-ന്റെ സംസ്ഥാന നേതാക്കൾ റഷീദ് സഖാഫി അടക്കമുള്ള ഒരുപാട് ആളുകൾ, പ്രവർത്തകർ സഹോദരങ്ങൾ, കർണാടകയിലെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. എല്ലാവരും 2 ദിവസം മുമ്പ്, ഒരാഴ്ച മുമ്പ്, 3 ദിവസം ഒക്കെ ഇവിടെ വന്ന് കൂടിയിട്ട് അങ്ങനെ മഹബത്ത് കൊണ്ട് പല ആളുകളുടെ സിറാജ് ഭായി, താജുൽ അമീദൊക്കെ വല്ലാത്ത മഹബത്തുള്ള ആളുകളാണ്. ഇരുവൽ സിറാജ് ഭായി ഇവരൊക്കെ അപ്പൊ എല്ലാവരും ഇവിടെ ഇങ്ങനെ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അല്ലാഹു ബറക്കത്ത് കൊടുക്കട്ടെ. നമ്മുടെ ദോഷങ്ങൾ ഉപ്പാപ്പയുടെ ഹക്ക് കൊണ്ട് താജുൽ ഉലമ എന്ന നമ്മുടെ തണലും താങ്ങുമായ നമ്മുടെ ഉപ്പായാണ്, നമ്മുടെ എല്ലാമാണ്. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ദോഷങ്ങളെ നീ പൊറുക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ നന്നാക്കണേ റഹ്മാനെ, ഞങ്ങളെ സ്വാലിഹീങ്ങൾ പെടുത്തണേ അല്ലാഹ്. ഖുർറത്തു സദാത്ത് തങ്ങൾ പാപ്പയുടെ ദറജ നീ ഏറ്റി കൊടുക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹ്, 1 വർഷമാകുന്നേ ഉള്ളൂ. 1 വർഷമായപ്പോഴേക്കും എന്തെല്ലാം അവസ്ഥകൾ ഈ ഉറൂസിൽ ഇന്ന് കണ്ട കാഴ്ച, ശൈഖുനോട് വന്നപ്പോൾ കണ്ട കാഴ്ച. ഈ ഉറൂസിന്റെ 2ാമത്തെ ദിവസമാണ്, നാളെയും മറ്റന്നാളും വരുന്നേ ഉള്ളൂ. 2ാമത്തെ ദിവസം ഞാനിത് പറഞ്ഞപ്പോൾ ഇന്നലത്തെ അവസ്ഥയും വല്ലാത്തൊരു സന്തോഷകരമാണ് രംഗമായിരുന്നെന്ന് ഉസ്താദുമാരെന്നോട് പറഞ്ഞു. അർഹമുർ റഹീമീനായ റബ്ബേ, ഇന്നലെയും ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ഒരുമിച്ച് കൂടുന്നവർ അവർക്കൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. താജുൽ ഉലമയുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അല്ലാഹു റസൂലുള്ളാഹിന്റെ മക്കളിൽ വല്ലാത്തൊരു മുവഫഖാണ് താജുൽ ഉലമ. അവിടുത്തെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങൾ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ അല്ലാഹ്, ഞങ്ങൾ ഖൈറിന്റെ അഹ്ലുകാരാക്കണേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടവരുടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ അല്ലാഹ്. ഉമ്മ ഉപ്പ ഞങ്ങളാക്കിയ ഉസ്താദുമാർ പല ആളുകളും പള്ളിപ്പറമ്പിലാണ്, അവിടെ ഖബറുകളെ നീ പ്രകാശിപ്പിക്കണേ റഹ്മാനേ. ശൈഖുനയുടെ ദറജ നീ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഞാന് അങ്ങ് 11 മണിയായപ്പോൾ നിർത്തിയതാണ്. വൈകിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടുക ഇൻഷാ അല്ലാഹ്. അവിടുത്തെ പൊന്നുമോൻ കൂടിയായ മസ്ഊദ് തങ്ങൾ പാപ്പ തന്നെ നമുക്ക് ചെറിയ ദുആ നടത്തിയിട്ട് ഇന്ന് സമാപിക്കും. സിറാജ് സഖാഫിയെ പോലെയുള്ള ചെറുപ്പക്കാരായ പ്രവർത്തകരെല്ലാം ഓടിച്ചാടി നടക്കുന്നത്, അവർക്കൊക്കെ അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. മസ്ഊദ് തങ്ങൾ പാപ്പ നമുക്ക് ദുആ ചെയ്തു.